ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ രാവിലെ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. എനിക്കെന്നും രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ മുറ്റത്തിറങ്ങിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ മാനം നോക്കിയിരിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടം ടെറസിൽ പോയിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ അവിടെ പോയി അവിടെ വലിഞ്ഞ് കയറി പോകണ്ടേ എന്നുള്ളൊരു മടിയുണ്ട്. ഞാനിവിടെ ഞങ്ങളെ കിണറിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ചുറ്റിനും നോക്കിട്ടോ. മഴക്കാറുണ്ട് കേട്ടോ, ഒരു സൈഡിൽ മഴക്കാറാണ്, ഒരു സ്ഥലത്ത് ഇങ്ങനെ സൂര്യൻ ഉദിച്ചും വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടു വന്ന് ഇന്ന് നമുക്ക് ഉപ്മാവാട്ടം ഉണ്ടാക്കുന്നത്. എന്നും ഇങ്ങനെ ദോശയും ചട്നിയും പുട്ടും കടലയും ഉണ്ടാക്കണ്ടല്ലോ, ഇടയ്ക്ക് ഒരു ഉപ്പുമാവും ഉണ്ടാക്കാതെ ആയിരിക്കും. ഇന്ന് ഉപ്മാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പോകുന്നു, ഉപ്മാവാണ് ഇപ്പോൾ ഇത്ര വലിയ ഇതിൽ കാണിക്കുന്നതെന്ന് തോന്നും. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഉപ്മാവാണ് പറയുമ്പോൾ എപ്പോഴും കളിയാക്കും, എനിക്കൊരു ഉപ്മാവ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നാണ് അവർ ചോദിക്കുക. അങ്ങനെ കുറേ കാലത്തിന് ഉപ്മാവാണ് നിർത്തി വെച്ചു. പിന്നെ ഇടക്കും തലക്കൊക്കെ ഉപ്മാവ് ഉണ്ടാക്കൽ തുടങ്ങി. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉപ്മാവായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ നമ്മൾ നെയ്യ് വെച്ചിട്ട് നമ്മൾ റവ ഒന്ന് വറുത്തെടുക്കുക. അത് വറുത്ത റവയിലും വറുക്കാത്ത റവയിലും വറുത്തെടുക്കുക. അതിന് ശേഷം വീണ്ടും കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുക. അതുപോലെ ഇഞ്ചി, കുറച്ച് ഉലുവല്ല ഉഴുന്ന്, ഇത് ഇട്ടിട്ട് നമ്മൾ സവാളയും ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ പാല്, തേങ്ങ ഇതൊക്കെ ഇടണം കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ചാൽ മതി, ഒരുപാട് പാൽ ഒഴിച്ചിട്ടുണ്ടാകും. ഈ പാൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഉപ്മാവ്. പിന്നെ കുറേ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ കട്ടാവും ഉപ്മാവ്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഈ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ടെടുത്താൽ പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിക്കണം കേട്ടോ. അപ്പം നെയ്യ് നമ്മൾ എത്രത്തോളം ഒഴിക്കണം അത്രത്തോളം നല്ല ടേസ്റ്റ് ആവും കേട്ടോ നമ്മളെ ഈ ഉപ്പുമാവിന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറേ വെള്ളത്തിലുണ്ടാക്കിയത് കട്ടയാവും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ, അതായത് കുറച്ച് പാല് കുറച്ച് വെള്ളം, ചൂടുവെള്ളം മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഇതുണ്ടാക്കാൻ കേട്ടോ. അപ്പം ഇത് നല്ല പഴമൊക്കെ കൂട്ടി തിന്നാൽ അടിപൊളി ടേസ്റ്റ് ആവും. അപ്പം നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു, മോള് സ്കൂളിൽ പോയി, കാക്കു കടയിലും പോയി കഴിഞ്ഞാൽ ഞാൻ മേലത്തെ നമ്മുടെ സിറ്റൗട്ടിൽ കുറച്ച് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം അകത്ത് കയറ്റി വെച്ചാണ്. അപ്പം എല്ലാത്തിനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വരും. ഇപ്പം എന്താ അറിയില്ല, ചെടിയൊക്കെ ഒരു വാട്ടുണ്ട്, ശരിയാവുമായിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ടെറസിൽ പോയിട്ട് കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് തുണി ഇന്നലത്തത് ആറിട്ടത് എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അപ്പം ഇവിടെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഈ സൂം ചെയ്യുന്ന സ്ഥലം രാത്രി കാണാൻ നല്ല രസമായിരിക്കും. വണ്ടിയൊക്കെ പോയിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ കാണും കേട്ടോ. അപ്പോൾ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് മേലെ കൂടെ പോകണതുകൊണ്ട് വണ്ടിയൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അവിടെയൊക്കെ നോക്കി കഴിഞ്ഞു. പിന്നെ ഈ വെർഗോളിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ വെള്ളത്തിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ വെള്ളമൊക്കെ ഉണ്ടോ വെച്ച്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ഇത് ഞാൻ എൻ്റെ പെരേന്ന് എടുത്തു കൊടുക്കുന്നതാണ് ഈ ഒരു മണി പ്ലാന്റ്. അവിടെ വലിയ ഇലയുള്ള മണി പ്ലാന്റാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലുതാകുമ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് നേരം വഴുകും. അതാണ് എൻ്റെ പണി തീരാത്തത്. പിന്നെ ഞാൻ വേഗം അടുക്കളയ്ക്ക് വന്നിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരിക്ക് പയറും സവാള ഇട്ടിട്ട് ഒരു ഉപ്പേരി. പിന്നെ അതുപോലെ ഇതാണ് മീൻ, നമ്മളവിടെ ഇത് പുതിയാപ്പിളക്കോര എന്ന് പറയും, കോര. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണെങ്കിൽ നന്നാക്കാൻ എനിക്ക് പാടാം കേട്ടോ, കാരണം അത് ഭയങ്കര മുള്ള് കുത്തി ചാവും ഞാൻ. അപ്പം ഞാൻ അതേ പരിപ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടി. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. പെട്ടെന്ന് കഴിഞ്ഞാലും എൻ്റെ മോന് വന്നിട്ട് ഓരോരോ കാര്യം പറയുമ്പോൾ അവൻ്റെ പിന്നാലെ അവിടെ നടന്ന് നേരാണ്ട് സെറ്റാവും. ഉപ്പേരിയിൽ കടുക് പൊട്ടിച്ചു, കറിവേപ്പിലിട്ട് നമ്മളെ ഉപ്പേരി ഉണ്ടാക്കണ പയറും ഇട്ടിട്ട്, പിന്നെ ഞാൻ ഈ കൊത്തുമുളക് കേട്ടോ, അതായത് വറ്റൽമുളക് നമ്മൾ കുത്തി പൊടിച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പേരി ആയി. പിന്നെ അതേ പാത്രത്തിൽ ഇനി പാത്രമൊന്നും കഴുകണ്ടല്ലോ, ഒരുപാട് പാത്രം ചട്ടിയും വലിച്ച് കഴുകണമെങ്കിൽ എത്രയോ നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന ആ പാത്രത്തിൽ തന്നെ എല്ലാ പണിയാണ്ട് തീർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതിൽ തന്നെ അങ്ങോട്ട് വറവിടുകയാണ്. പിന്നെ ഞാൻ
പരിപ്പ് കറിയിൽ ഇന്ന് പരിപ്പ് കറിയാണല്ലോ, അപ്പോൾ പരിപ്പ് കറിയിൽ വറവിടുന്നത് കടുക് പൊട്ടിച്ച് കുറച്ച് കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് കേട്ടോ. സാധാരണ ഒന്നില്ലെങ്കിൽ കടുക് ഇടും, അല്ലെങ്കിൽ വറ്റൽമുളക് ഇടും, അങ്ങനെയാണ്. എനിക്കെന്തോ ഈ പരിപ്പ് കറി, ചെറുപയർ കറി, കടലക്കറി അങ്ങനത്തെ കറിയിലൊക്കെ ഈ രണ്ടും ഇടണം, കുഞ്ഞുള്ളി ഇടണം, കടുക് ഇടണം. ഇല്ലെങ്കിൽ എനിക്കെന്തോ ഒരു വിഷമമാണ്, അയ്യോ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് ഞാൻ രണ്ടും ഇടും. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാനിടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്കെന്തോ രണ്ടും ഇടണം, രണ്ടിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടണം. അപ്പം അത് വറവിട്ട് ഇനി നമുക്ക് മീൻ ഓൾറെഡി നന്നാക്കി ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇനി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ വറുക്കൽ. അത് പുറത്താണ് വറുക്കുക, അകത്ത് വറുത്ത് ആകെ സ്മെല്ലാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പുറത്ത് വറുക്കാൻ വേണ്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുത്തിട്ട് ആ ചട്ടിയിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് ഒന്ന് അങ്ങോട്ട് കുറുകിച്ച് കൊടുക്കും കേട്ടോ. കാരണം പരിപ്പ് കറി മക്കൾക്ക് നല്ല ഇഷ്ടമാണ്, മോനക്കായാലും മോൾക്കായാലും നല്ല ഇഷ്ടമാണ്. കാക്കുവിന് വലിയ ഇഷ്ടമല്ല, പിന്നെ മീനൊക്കെ ഉണ്ടായതുകൊണ്ട് കാക്കു കഴിക്കും. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞത് നമ്മളെ പാത്രം കഴുകലും കിട്ടും. ഞാൻ എല്ലാ സംഭവങ്ങളും അതാത് പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ വേറെ പാത്രത്തേക്ക് വെച്ചിട്ടാണ്. എനിക്കങ്ങനെ വെച്ച പാത്രത്തിൽ കറി ഉപ്പേരി ഒന്നും വെക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാ പാത്രവും ഞാൻ മാറ്റി ആ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പണിയാണ് ഈ ഒരു പാത്രം കഴുകൽ കേട്ടോ. ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ എടുക്കുള്ളൂ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര സ്പീഡായിരുന്നു, ഇപ്പം അങ്ങനെ വലിയ സ്പീഡൊന്നുമില്ല. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ അവസാനത്തെ പണി മീനും വർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.